വേഗം വാതിൽ തുറന്നു. സുബ്രഹ്മണ്യ സ്വാമിയെ വിളിച്ചിട്ട് തന്നെയാണ്, ആദൂത്തപ്പ വിളിച്ചിട്ട് തന്നെ വാല് തുറന്നു. വാല് തുറന്ന് ആ പാത്രം അവിടെ പോയിട്ട് ഈ വെക്കേണ്ട സ്ഥാനത്ത് കൊടുന്ന് വെച്ചപ്പോ അവിടെ ഒരു സത്യം ഉണ്ടായി. നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. ഇപ്പൊ ഞാനെന്നുള്ളത് തിരുവമ്പലം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഒരു പാടത്തിന്റെ നടുവിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. അപ്പൊ ഇവിടെ നിന്നൊരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പൊ അതുപോലെ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകതയ്ക്ക് വന്നപ്പോൾ തോന്നിയത് 2 ശിവപ്രതിഷ്ഠ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ശ്രീകോവിലിനോട് ചേർന്നും പുറത്തും ശിവന്റെ പ്രതിഷ്ഠ ഉണ്ട്. അപ്പൊ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളതും ഐതിഹ്യമുള്ളതായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. ഇത് പാലക്കാട് ജില്ലയിലെ ആലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് അമ്പലപ്പാറയിൽ നിന്നൊരു 5 കിലോമീറ്റർ, കടമ്പഴിപ്പുറത്ത് നിന്ന് അതേപോലെ ഒരു 7 കിലോമീറ്ററോളം ദൂരം വന്നാൽ നമുക്ക് കാണാവുന്ന ഒരു ക്ഷേത്രമാണിത്. അപ്പൊ ഇതിന്റെ ചരിത്രം, ഐതിഹ്യം, കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്, ഇതിന്റെ അമ്പലത്തിന്റെ ഭാരവാഹികൾ. അപ്പൊ നമുക്ക് അവരോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഞാൻ 100-300ഓളം ക്ഷേത്രങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നു. അപ്പൊ അത് ഒരുപാട് നിങ്ങൾക്ക് പരിചയമില്ലാത്തതും ഒക്കെയുള്ള ക്ഷേത്രങ്ങൾ കാണിച്ചു തന്നു. അപ്പൊ അതുപോലെ തന്നെ അത്രയും പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത്. അപ്പൊ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ള അറിയാത്ത ആളുകളിലേക്കൊക്കെ ഈ ഒരു അമ്പലത്തെ എത്തിക്കുക. അതുപോലെ തന്നെ ഇനി ഫേസ്ബുക്കിൽ നമ്മളെ ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവരോട് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ രാമചന്ദ്രൻ. ഈ ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം വില്ലേജ് ആലങ്ങാട് സ്വദേശം തിരുവമ്പലം ആണ് സ്ഥിതി ചെയ്യുന്നത്. കടമ്പഴിപ്പുറത്ത് നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ദൂരമാണ്. അതുപോലെ അമ്പലപ്പാറയിൽ നിന്ന് നിയറസ്റ്റ് ടൗൺ, ചെറിയ ടൗണാണ് അമ്പലപ്പാറ. അവിടുന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരത്താണ്. റോഡ് സൗകര്യമുണ്ട്, എല്ലാവർക്കും വരാനും എത്തിവരാനും പറ്റുന്നതാണ്. ഇവിടെ പ്രതിഷ്ഠ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെയാണ്. 1000ഓളം വർഷം പഴക്കമുണ്ടെന്നാണ് ഇതിനെ കുറിച്ച് കേട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഡയറക്റ്റ് തിരുവിലാമല ക്ഷേത്രത്തിലേക്ക് ലിങ്ക് ഉണ്ടായിരുന്നു എന്നാണ് ആദ്യകാലം പറയപ്പെട്ടിരുന്നത്. പണ്ടുകാലത്ത് ഇതിന്റെ തിരുവമ്പലം ദേവസ്വം ആയിരുന്നു. ചുറ്റും 4-5 കിലോമീറ്ററോളം ചുറ്റളവ് പറയപ്പെട്ട ഒരു ദേവസ്വമായിരുന്നു. കൃഷിയും മലയും എല്ലാ കാര്യത്തിന്റെ കൂടെയുള്ള ഒരു നല്ലൊരു ക്ഷേത്രം തന്നെയായിരുന്നു ഇത്. ഇത് കുറച്ച് ഊരാളന്മാരുടെ കീഴിൽ, അതായത് പണ്ട് നമ്പൂതിരി തറവാടിന്റെ കീഴിലായിരുന്നു നടന്നിരുന്നത്. എല്ലാ മാസവും, പണ്ടുകാലത്തെ ചരിത്രം കേട്ടിരുന്നതാണ്, എല്ലാ വർഷവും എല്ലാ മാസവും കാർത്തിക നാളിൽ ഇവിടെ ബ്രാഹ്മണ ഊട്ടും ഉത്സവാഘോഷങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് അറിവ്. അതിനുശേഷം കുറച്ചു നാള് പൂജ എല്ലാം മുടങ്ങി അമ്പലം ഒരു എന്താ പറയാ, ഒരു അധപ്പതനത്തിലേക്ക് എത്തുകയുണ്ടായി. 10-15 വർഷം പൂജയും മുടങ്ങി ഒന്നുമില്ലാതെ അങ്ങനെ അമ്പലവും ഇടിഞ്ഞ് പൊളിഞ്ഞ് ഒരു ജീർണാവസ്ഥയിലായിരുന്നു കുറച്ചു കാലം, 10-15 വർഷം. അതിനുശേഷം ഇവിടെ കുറച്ച് നാട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് അതിനെ ഒന്ന് ഉദ്ധരിപ്പിച്ച് വീണ്ടും പൂജാതി കർമ്മങ്ങൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ കുറച്ച് ചെറുപ്പക്കാര് മുന്നോട്ട് വന്നതിന് ശേഷം അമ്പലം വളരെ പുരോഗതിയിൽ എത്തിച്ചേർന്നു എന്ന് തന്നെ പറയാം. ഈ കാണുന്ന ഇതെല്ലാം ഇവരുടെ പ്രയത്നത്തിന്റെ ഫലമാണെന്ന് നമുക്ക് പറയാം. ഇന്നിവിടെ നിത്യപൂജകളും അതായത് ഒരു മാസം 30 കുടുംബങ്ങൾ ഓരോ ദിവസത്തെ പൂജയും ഏറ്റെടുത്ത് നിത്യപൂജ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ എല്ലാവിധ ആഘോഷങ്ങളും ഇവിടെ നടത്തി വരുന്നുണ്ട്. പ്രധാന ആഘോഷം എന്ന് പറയുന്നത് ഇവിടെ നവകം പഞ്ചഗവ്യം ഈ ആഘോഷമാണ്. അത് തുലാം 1 മുതൽ തുലാം 12 വരെയാണ് ഈ ആഘോഷം നടത്തുന്നത്. അതിലെല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കാറുണ്ട്. അകമഴിഞ്ഞ് അവരുടെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാവാറുണ്ട്. അന്നത്തെ ദിവസം ശിവന് കലശം തുടങ്ങിയ, അതുപോലെ അയ്യപ്പന്, ഉപദൈവങ്ങളായ അയ്യപ്പന്, ഗണപതിക്ക് ഇവരൊക്കെ കലശം, വിശേഷാൽ പൂജ, നാഗങ്ങൾക്ക്, ബ്രഹ്മരക്ഷസിന് ഇവർക്ക് വിശേഷാൽ പൂജ എന്നിവ ഇവിടെ ഏർപ്പെടുത്താറുണ്ട്. ഇപ്പോ വളരെ ആഘോഷമായിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ അമ്പലം കൊണ്ടു നടക്കുന്നുണ്ട്. ഇതുപോലെ ഇനിയും കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ കാണുന്ന എല്ലാ പ്രേക്ഷകരോടും ആവശ്യപ്പെടുകയാണ്, അമ്പലത്തിനാണെങ്കിൽ കൂടുതൽ നിങ്ങൾ എല്ലാവരും വരുക, കാണുക. നല്ലൊരു ഗ്രാമപ്രദേശത്ത് നല്ലൊരു ഇതിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മെയിൻ പ്രതിഷ്ഠ എന്ന് സുബ്രഹ്മണ്യ സ്വാമിയുടെയാണ്. അത് പറയപ്പെടുന്നത് സ്വയംഭൂവാണെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ഇവിടെ ഒരു ശിവന്റെ പ്രതിഷ്ഠ ഉണ്ട് അമ്പലത്തിന്റെ പുറത്ത്. ഈ അമ്പലത്തിന്റെ കൂടെ തന്നെ പ്രതിഷ്ഠയാണ്. അതുകൂടാതെ ഉപദൈവങ്ങളായിട്ട് ഗണപതി, അയ്യപ്പൻ, നാഗങ്ങള്, അതുപോലെ ബ്രഹ്മരക്ഷസ്
ഇവരുടെ ഉപദേവതകളായിട്ടുണ്ട്. അതിനുശേഷം ഒരു നമ്പൂതിരി കുടുംബത്തിൽ നിന്ന്, ഇതിന്റെ ഊരാളന്മാരുടെ കുടുംബത്തിൽ നിന്ന് അവർ അവിടുന്ന് ആവാഹിച്ചു കൊടുന്ന ഒരു ശിവപ്രതിഷ്ഠ ഉള്ളിൽ നടത്തുകയുണ്ടായി. അങ്ങനെ 2 ശിവപ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഒന്ന് അകത്തെ ശിവൻ, ഒന്ന് പുറത്തെ ശിവൻ എന്നറിയപ്പെടുന്നു. രണ്ടിനും നമ്മൾ പൂജ ഒരുപോലെയാണ് ചെയ്യപ്പെടുന്നത്. ഇവിടെ അങ്ങനെ നടത്തി വരാറുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ആഘോഷ നടകൾ ചെയ്യുന്നത്. അമ്പലം 5:30 തുറക്കുന്നുണ്ട്. അതുപോലെ വൈകുന്നേരം 8 മണി വരെ അമ്പലം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വിശേഷാൽ പൂജകള്, പഞ്ചാമൃതം, അഭിഷേകങ്ങള്, അതുപോലെ തന്നെ മലർ നിവേദ്യം, ഇളനീർ നിവേദ്യം, ഇളനീർ അഭിഷേകങ്ങള്, ശിവന് ധാര, അങ്ങനെ ദിവസത്തിന്റെ എല്ലാ ഇതും നടക്കുന്നുണ്ട്. സുബ്രഹ്മണ്യന് അഭിഷേകങ്ങള്, പഞ്ചാമൃതം, പഞ്ചസാര പായസം, അങ്ങനെ എല്ലാവിധ. പിന്നെ നിത്യപൂജ, ഇന്നും വൈകുന്നേരത്ത് കടുംപായസം വെച്ചുള്ള പൂജ, എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി സ്വയംഭൂവാണ്. പിന്നെ ഒരു കല്ലിൽ രക്തം കണ്ടു എന്ന് പറയുന്നുണ്ട്. അന്ന് കൊടുന്നിട്ട് അവിടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയപ്പോ സ്വയംഭൂ ആയിട്ടാണ് പ്രതിഷ്ഠിച്ചത്. അതൊന്നും ബിംബം മാറ്റാൻ പറ്റില്ല. ശിവന്റെ ഒക്കെ ബിംബം മാറ്റാൻ പറ്റും, സ്വയംഭൂ സുബ്രഹ്മണ്യ സ്വാമിയുടെ പറ്റില്ല. പിന്നെ അയ്യപ്പനെ, ഗണപതിയെ ഒക്കെ പിന്നെ പ്രത്യേകമായിട്ട് കൂടിയിട്ടുണ്ട്. നാഗന്മാരെ പിന്നെ ഇവിടെ പൂജ ഇല്ലാണ്ട് കുറച്ചു കാലം കടന്നു. ഞങ്ങളുടെ പൂജയുണ്ട് എല്ലാ മാസം, മലയാള മാസം 12-ാം തീയതി. അപ്പൊ ആ പൂജയ്ക്ക് സാധനം കൊണ്ടു നടക്കാൻ വന്നപ്പോ ഈ അമ്മ ഒറ്റയ്ക്കാ ചെയ്യുന്നത്. അപ്പൊ ഞാൻ സഹായിച്ചു. പിന്നെ അതിന്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ പൂജയാണ്. ഞങ്ങൾ വന്നിട്ട് എല്ലാം ഞങ്ങൾ ഒപ്പം ചെയ്തിട്ട് അതേപോലെ വീണ്ടും പിറ്റേ ദിവസമായപ്പോ എനിക്ക് ഇവിടെ വന്നോളൂ. അങ്ങനെ ഞാൻ 2-3 വർഷമായിട്ട് ഇപ്പൊ ഇവിടെ എല്ലാം വന്ന് ചെയ്തായിരുന്നു. അതിന്റെ ഇടയിൽ ഒരു അനുഭവം ഉണ്ടായി. എന്താന്ന് വെച്ചാ, അമ്പലത്തിലെ പണികളൊക്കെ കഴിഞ്ഞ് ഞാന് നട അടച്ചു. ഈ ശ്രീകോവിൽപ്പെട്ട ഈ വാതിലിന്റെ പൂട്ട് അടച്ചിട്ട് പുറത്ത് വന്നപ്പോഴാണ് ഞാൻ അവിടെ കഴുകി വെച്ച പാത്രം ഇങ്ങോട്ട് കൊണ്ടുവച്ചില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ വേഗം വാതിൽ തുറന്നു. സുബ്രഹ്മണ്യ സ്വാമിയെ വിളിച്ചിട്ട് തന്നെയാണ്, ആദ്യത്തപ്പ വിളിച്ചിട്ടാണ് വാല് തുറന്നു. വാല് തുറന്ന് ആ പാത്രം അവിടെ പോയിട്ട് ഈ വെക്കേണ്ട സ്ഥാനത്ത് കൊടുന്ന് വെച്ചപ്പോ അവിടെ ഒരു സത്യം ഉണ്ടായി. അത് എനിക്ക് മുഴുവൻ പറയാൻ പറ്റില്ല. അപ്പൊ അത് ഇവിടുത്തെ ശക്തി വലിയൊരു ശക്തിയാണെന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ആ ശക്തി വലിയ ഗംഭീരമായിട്ടുള്ള ശക്തിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു ശക്തിയാണ് ഇവിടെ നടുത്തപ്പം ഉണ്ട് എന്നുള്ള ഒരു ശക്തിയാണ് അവിടെ അറിയിച്ചത്. ഞാനത് തുറക്കാൻ പാടില്ലായിരുന്നു, തുറന്നത് എടുത്തേക്കാനും പാടില്ലായിരുന്നു. എന്റെ അടുത്ത് അത് ശരിയായില്ല എനിക്ക് തോന്നി. പക്ഷെ ഞാനത് അവിടുന്ന് ഇങ്ങോട്ട് കൊടുന്ന് വെച്ചതും അവിടെ വലിയൊരു സംഭവം ഉണ്ടായി. എനിക്ക് അറിയാവുന്ന ചരിത്രം പറയാം. ഏകദേശം ഒരു 30 വർഷത്തോളം എനിക്ക് ഈ അമ്പലമായിട്ട് പരിചയമുണ്ട്. നമ്മുടെ തിരുവില്ലാമല, തിരുനാവായ, അങ്ങനെ തിരുവമ്പലം, അങ്ങനെ ഈ 3 ക്ഷേത്രത്രയത്തെ കുറിച്ചാണ് ഞാൻ ചെറുപ്പത്തിൽ കേട്ട് വളർന്നത്. അത്രയും നല്ല പ്രൗഢിയോടുകൂടെ ഉണ്ടായിരുന്ന ക്ഷേത്രമാണ്. പിന്നെ മറ്റൊരു പ്രധാന വഴിപാടാണ് ഇവിടെ 30 തിങ്കളാഴ്ചക്ക്, എല്ലാ 30 തിങ്കളാഴ്ചക്കും ക്ഷേത്രത്തില് മംഗല്യ പൂജ നടക്കുന്നുണ്ട്. അത് ഒരുപാട് പേര് പുറത്തുനിന്നും അതുപോലെ ഒരുപാട് പേര് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠ ആയതുകൊണ്ട് തന്നെ ഈ 30 തിങ്കളാഴ്ച വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എല്ലാ മാസവും വളരെ നല്ല രീതിയിൽ തന്നെ അത് നടന്നു പോകുന്നുണ്ട്. പിന്നെ കൂടാതെ നവകം പഞ്ചഗവ്യം മഹോത്സവം, അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുലാം 1 മുതൽ 12 വരെ നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഭംഗിയായിട്ട് നടത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മുടെ എല്ലാം ഇത് ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അലങ്കാരമാണ്. അത് നമ്മൾ പരമാവധി ഉത്സവത്തിന് അത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്റെ പേര് വിനീഷ് കുമാർ. ഞങ്ങളെല്ലാവരും ഈ ക്ഷേത്ര കമ്മിറ്റിയായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്ന കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ്. കടമ്പഴിപ്പുറം പഞ്ചായത്തില് ഏകദേശം കടമ്പഴിപ്പുറം ടൗണിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ഇപ്പുറം, അമ്പലപ്പാറ പഞ്ചായത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ഇതിലൊരു കണ്ണമംഗലം പറയും. അതിന്റെ അടുത്ത് ഒരു മലയുടെ ഒരു താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു അമ്പലത്തിലെ പ്രത്യേകത എന്ന് പറയാൻ, നമുക്ക് പ്രത്യേകത പറയാനൊന്നും അറിയില്ല. നമ്മള് ഒരു 10-20 കൊല്ലമായിട്ടാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. ഇതിൽ കാരണവന്മാര് പ്രവർത്തിച്ച ഒരു അനുഭവം കൊണ്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 800 വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് കാരണവന്മാര് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ 800 വർഷം എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് ഈ ഒരു അമ്പലം പൊട്ടിപ്പൊളിഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്ന് വന്ന് നോക്കിയപ്പോ ഞങ്ങള് ഇത് പൊളിച്ചു പണിയാൻ വേണ്ടിയിട്ട് അവള് തച്ചുശാസ്ത്രം അവരില്ലേ, തച്ചുശാസ്ത്രം അറിയുന്ന ആൾക്കാര്, അവരെ വിളിച്ചു നോക്കിയപ്പോ അവര് പറഞ്ഞു ഇത്രയും വലിയൊരു ഈ ശ്രീകോവിൽ ഏകദേശം വന്നിട്ടൊരു സുബ്രഹ്മണ്യ ശ്രീകോവിൽ വന്നിട്ട് ചതുരത്തിലാണ്. ചതുരത്തിലുള്ള ശ്രീകോവിൽ ചുരുക്കം ചില ക്ഷേത്രങ്ങളെ കണ്ടിട്ടുള്ളൂ. അത് വന്നിട്ട്
ഏകദേശം 900 സ്ക്വയർ ഫീറ്റോളം വലിപ്പുണ്ട് ഈ സ്ക്വയർ ഫീറ്റ്. അവര് ഇതിന്റെ മുന്നേ പറഞ്ഞ കൂടുതൽ മണിക്കത്തിൽ മാത്രമാണ് ഇങ്ങനെ കണ്ടു. അവര് പറഞ്ഞത് അറിവാണ്, നമുക്ക് അവര് പറഞ്ഞ അറിവുള്ളൂ, അതിന്റെ കൂടുതൽ നമുക്കറിയത്തില്ല. അപ്പൊ അങ്ങനെ ഒരു പറഞ്ഞത് ഒരു ഏകദേശം 900 സ്ക്വയർ ഫീറ്റോളം നമ്മളെ ഈ ശ്രീകോവിൽ ഈ പൊളിച്ചു പണിയുമ്പോൾ ഞങ്ങള് ഇതല്ല. അതേപോലെ ഈ അടുത്ത ഘട്ടത്തിൽ ഒരു 2 ശിവമുള്ളത്, 2 ശിവമുള്ള ഒരു അമ്പലം ഞാൻ അടുത്ത എവിടെയും കണ്ടിട്ടില്ല ഈ ചുറ്റുവട്ടത്തൊന്നും. പിന്നെ അതിലൊരു ശിവൻ സ്വയംഭൂവാണ്. പിന്നെ പഴമക്കാര് പറയുന്നതാണ് ഈ തിരുവില്ലാമല, തിരുനെല്ലി, തിരുനാവായ അതിനോട് ചേർന്നൊരു അമ്പലമാണ് തിരുവമ്പലം എന്നാണ് പണ്ടുള്ള കാരണവന്മാർ പറഞ്ഞത്. പിന്നെ സത്യം എന്താണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഏതൊരാൾക്കാർക്ക് അതിനൊരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയത് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാനൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങളൊരു 10 കൊല്ലത്തോളായിട്ടുള്ള ഈ കമ്മിറ്റിയിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണ്. പക്ഷെ എന്തുമല്ല, ഞങ്ങൾ ഈ തുടങ്ങുന്ന സമയത്ത് ഇവിടുത്തെ ഏറ്റവും മെയിൻ ഉത്സവം എന്ന് പറഞ്ഞത് പഞ്ചാബിയാണ്. അതായത് 12 ദിവസം അന്ന് ഞങ്ങൾ തുടങ്ങുമ്പോൾ 12 ദിവസം ആളില്ല. അപ്പൊ ഞങ്ങൾ ഓരോരുത്തരത്ത് പറയും നിങ്ങൾ ഇന്ന ഒരു കാര്യം ആഗ്രഹിക്കും, അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ഒരു പഞ്ചാബി കഴിക്കാന്ന് പറയും. ആ ഒരു സംഭവത്തിൽ വെച്ച് ഇപ്പൊ ഞങ്ങൾ ഈ ഒരു വട്ടം ഞങ്ങൾ 10-24 പഞ്ചാബി ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് അവരുടെ ആഗ്രഹം സഫലമാകും കൊണ്ടല്ലേ നമ്മൾ ഈ കാര്യങ്ങൾ വരുന്നത്. ആ ഒരു വിശ്വാസമുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ നമുക്ക് നമ്മളേതായ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ അതിനോട് ഒരു പണ്ട് കാരണന്മാർ പറയുന്നുണ്ട് ഇവിടെ ഉള്ളവർക്ക് തിരുവില്ലാമലയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ ഭാഗത്ത് നിന്ന്, അതായത് ഈ അമ്പലത്തിന്റെ തെക്ക് ഭാഗത്ത് നിന്നിട്ട് അവിടെ ഇങ്ങോട്ട് തൊഴുത് കഴിഞ്ഞാൽ തിരുവില്ലാമലയ്ക്ക് പോയതിന്റെ ഒരു ഫലം ചെയ്യുന്ന ഇവിടെയുള്ള വയസ്സായ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറഞ്ഞാൽ പഞ്ചാബി ഉത്സവം. ആ ഒരു 12 ദിവസം ഞങ്ങളെല്ലാ അന്നദാനം, എല്ലാ പരിപാടിയും, നിർമ്മാല അന്നദാനവും കലാപരിപാടികളൊക്കെ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഉത്സവം പറഞ്ഞാൽ തൈപ്പൂയാണ്. തൈപ്പൂയം, മഹാശിവരാത്രി. പിന്നെ വന്നിട്ട് എല്ലാ മാസം പ്രദോഷം 2 നമ്മൾ കഴിക്കുന്നുണ്ട്. അമ്പലത്തിലെ പ്രദോഷം, ശിവന്റെ ഇത് വന്നിട്ട് പ്രദോഷം കഴിക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർക്ക് മംഗല്യ സൗഭാഗ്യം നേടാനുള്ള മംഗല്യം നിലനിർത്തി പോകാനും വേണ്ടിയിട്ട് എല്ലാ തിങ്കളാഴ്ച വന്നിട്ട് ഇവിടെ ഭഗത് സേവയുടെ ഒപ്പം മംഗല്യപൂജ കഴിക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഞങ്ങളെ പറഞ്ഞ ക്ഷേത്ര തന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ, ക്ഷേത്രത്തിന്റെ തന്ത്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രശസ്തമായ കുടുംബത്തെ പനാവൂർ കുടുംബത്തെ ദിവാകരൻ നമ്പൂതിരിപ്പാടാണ് നമ്മൾ ക്ഷേത്ര തന്ത്രിയായിട്ട് വരുന്നത്. പിന്നെ ഞങ്ങളെ പണ്ട് പറഞ്ഞിരുന്ന ഈ അമ്പലം വന്ന 3 മനക്കാരായിട്ടാണ് വന്നിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ കമ്മിറ്റിക്കാർ നടത്താൻ തുടങ്ങിയത്. അതായത് ഇവിടുത്തെ കീഴാർനെല്ലൂർ മന, പിന്നെ പാലപ്പുറത്ത് തെക്കിനിയടത്ത് മന, പിന്നെ ശ്രീകൃഷ്ണപുരം നെടുമ്പള്ളി മന, ഇവര് 3 ചേർന്ന ട്രസ്റ്റിന്റെ ആയിരുന്നു ഇത്. ഇപ്പോഴാണ് അവർ കമ്മിറ്റിക്ക് വിട്ടുവന്ന്. പിന്നെ ഈ ഒരു പറഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് ഒരുപാട് ഞങ്ങൾക്ക് മെച്ചം വന്നിട്ടുണ്ട്. അത് ഓരോ ആൾക്കാർ അവർ വിചാരിച്ച കാര്യങ്ങൾ നടന്നതിന്റെ ഒരു ഫലമായിട്ട് നമുക്ക് തരുന്ന സംഭവം തന്നെയാണ്. അതേ സമയത്ത് അമ്പലം അത്രയൊരു ശോചനീയാവസ്ഥയിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വന്നിട്ട് ആദ്യം ബിംബം കലശം നടത്തി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ക്ഷേത്രം പൊളിച്ചു പണിതു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ ഇന്റർലോക്ക് ഇത് കഴിഞ്ഞ വർഷം ചെയ്തതാണ്. കഴിഞ്ഞ വർഷം വരെ അങ്ങനെ ആയിരുന്നില്ല. ഇത് വന്നിട്ട് ഒരു 10-12 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഞങ്ങൾക്ക് കുറച്ച് പരിപാടികൾ പ്ലാൻ ഉണ്ട്. അത് ഉള്ളിൽ തന്നെ ഒരു ശിവനെയും കൂടി ഒരു ഇത് മാറ്റി പ്രതിഷ്ഠിക്കാണ്ട്, അതിനുശേഷം ചുറ്റമ്പലം മുട്ടിക്കാണ്ട്, പിന്നെ അതിന്റെ അപ്പുറത്ത് ഒരു അന്നദാന മണ്ഡപം എന്നുള്ളൊരു ഇതുണ്ട്. അത് ഞങ്ങള് പ്രാർത്ഥന കൊണ്ട് നമ്മൾ നടക്കുന്നത് വിചാരിക്കുന്നു. എല്ലാം നടത്തും. എന്താ വെച്ചാൽ ഇതുവരെ ഞങ്ങൾ പറഞ്ഞൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് നമുക്ക്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കുറെ കാരണന്മാര് പറഞ്ഞു പണ്ട് എല്ലാ മാസവും വാരം നടന്നിരുന്നു. അതിനെ കുറിച്ച് നമുക്ക് അറിയില്ല, ഞങ്ങൾ കഴിച്ചിട്ടില്ല. പക്ഷെ പറഞ്ഞ കേട്ടറിവേ ഉള്ളൂ. ഈ വയസ്സായ ആൾക്കാരുള്ള കേട്ടറിവില്ലേ, അങ്ങനെ ഒരു സംഭവം. ഞാന് ഒരു 5 വയസ്സ് മുതൽക്ക് ഈ അമ്പലത്തിലെ കുളിച്ചു തൊഴുക എന്റെ അമ്മ കൊണ്ടുവരും. ഞങ്ങൾ കുളിച്ചു തൊഴുകും. ഈ മാങ്ങയായിരുന്ന 4 പിറവുള്ള മാവുത്തോട്ടാണ്. അത് പെറുക്കും പോവും. ഇത് ഞങ്ങൾ അച്ഛന്റെ വീടാണ് ഈ പഴങ്ങോട്ടെ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഞങ്ങൾ ഈ അമ്പലത്തിൽ കൂടെയാണ് വരിക തൊഴുക. പിന്നെ ഈ അമ്പലം മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കായിരുന്നു. ആരും ഈ അമ്പലത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ മനക്കിൽ ഒരു തുള്ളാളെ വയസ്സായിട്ടുണ്ടായിരുന്നു. ഞാനും തുള്ളാളും ആ തിരുമേനി മാത്രം ഈ അമ്പലത്തിലെ പഞ്ചകം നടത്തിയിട്ടുണ്ട്. എന്റെ പേര് സത്യഭാമ എന്നാണ്. വളരെ പുരാതനായ ഒരു അമ്പലാണ്. സുബ്രഹ്മണ്യ സ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ. 2 ഭാഗത്തും ശിവഭഗവാനാണ്. പിന്നെ ഉപദേവന്മാരായിട്ട് ഗണപതി, അതുപോലെ തന്നെ നാഗന്മാരൊക്കെ ഉണ്ട്. വളരെ ശക്തിയുള്ള പ്രതിഷ്ഠ മൂർത്തിയാണ്. ഞങ്ങൾക്ക് വളരെയധികം വിശ്വാസമാണ്. ഇപ്പൊ ഇവിടെ ചെറുപ്പം കുട്ടികളുടെ നല്ലൊരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ അമ്പലത്തിന് നല്ല പുരോഗതി ഉണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും അവർ ഏറ്റെടുത്ത് നടത്തുകയാണ്. ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഒപ്പത്തിനൊപ്പം നിന്ന് കൈകോർത്ത് സഹകരിക്കുന്നത് കൊണ്ട് വളരെ നന്നായിട്ട് ഈ അമ്പലത്തിലെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഞങ്ങൾക്ക് അതിലൊക്കെ വലിയ സംതൃപ്തി ഉണ്ട്. ദേവന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എന്റെ പേര് ഗിരിജ. ഞങ്ങളിവിടെ ഇപ്പൊ ഒരു മതസമിതി അംഗങ്ങളൊക്കെ പാടെ എല്ലാവരും കൂടിയിട്ട് ഇവിടെ അമ്പലം നന്നായിട്ട് പോകുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു കർപ്പൂരം വെച്ച് പ്രാർത്ഥിക്കലാണ് ഞങ്ങൾ ഉണ്ടാവല്. അത് വെച്ച് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ കാര്യങ്ങളും ഞങ്ങളുടെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും നല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നല്ലൊരു ആൾക്കാര്
ഒരു 80 മാതൃസമിതി അംഗങ്ങളൊക്കെ പാടെ എല്ലാവരും കൂടി കൂടിയിട്ട് ഞങ്ങള് കുറെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കലും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോ. അപ്പൊ നല്ല രീതിയിലാണ് ഇപ്പൊ നടന്നു പോകുന്നത്. ഇത്രയും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഇവിടെ ഞങ്ങള് നടന്നു പോയിരുന്നു, ചളി ഇതൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അമ്പലം എല്ലാവരും കൂടി നന്നാക്കി ഇത്രത്തോളം ഞങ്ങൾക്ക് നന്നാക്കാൻ സാധിച്ചത് നടുത്തപ്പന്റെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി മാതൃസമിതി അംഗങ്ങളും എല്ലാവരും കൂടിയിട്ട് വൈകുന്നേരം ഒരു നാമജപമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ. ലളിതാ ശാസ്ത്രനാമം, വിഷ്ണു ശാസ്ത്രനാമം, സുബ്രഹ്മണ്യന്റെ ശാസ്ത്രനാമം അതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ വൈകുന്നേരം പറ്റണവര് നല്ല സഹകരണം ഉണ്ട്. പറയുമ്പോഴേക്കും എല്ലാവരും വരാറുണ്ട്, എല്ലാത്തിനും കൂടലും ഉണ്ട്. ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്ത് ഇതാക്കിയാലും എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ്. എന്തെങ്കിലും ചെറിയ വഴിപാട് മതി. ഇനി നമ്മൾ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവം തന്നെ വന്ന് അറിയിപ്പിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എല്ലാവരും കൂടി ഈ അമ്പലം നല്ല നിലയിൽ നടത്തി പോണു. നമസ്കാരം, എൻ്റെ പേര് പാർവതി. ഞങ്ങള് എല്ലാ ദിവസവും വരുന്നത് തന്നെയാണ്. ഇവിടെ 30 തിങ്കളാഴ്ചയാണ് പ്രധാനമായിട്ട് ഉണ്ട്. കല്യാണം കഴിയാത്ത കുട്ടികൾക്ക് കല്യാണം കഴിയാൻ വേണ്ടിയിട്ട്, മംഗല്യഭാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് മംഗല്യപൂജ നടത്തുന്നുണ്ട്. അപ്പോ എല്ലാവരും അന്ന് വരുന്നുണ്ട്. പിന്നെ അന്ന് ലഘുഭക്ഷണമായിട്ട് കൊടുക്കുന്നുണ്ട്, ഓരോരുത്തരുടെ വകയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനിയും നല്ലൊരു പുരോഗമനത്തിലേക്ക് എത്തണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. നല്ല രീതിയിൽ ഇപ്പോ നടത്തിക്കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ മാതൃസമിതിക്കാരും കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും ഊർജിതമായ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിന് നാട്ടിലുള്ള ഭക്തരുടെ വലിയൊരു സഹായമുണ്ട്. പിന്നെ കൂടാതെ പ്രവാസ ജീവിതം നയിക്കുന്നവരും, പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നവരും മറ്റു സ്ഥലങ്ങളിലേക്ക് വിവാഹം അങ്ങനെ കഴിച്ചു പോകുന്നവരും എല്ലാവരും തന്നെ ഈ ക്ഷേത്രത്തില് നല്ല രീതിയിൽ ഒരു വിശ്വാസമുള്ളത് കൊണ്ട് അവര് പരമാവധി ഇവിടെ പങ്കെടുക്കാനും എല്ലാ കാര്യങ്ങൾക്കും വരാറുണ്ട്. അതുപോലെ നമ്മുടെ സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞ ജ്ഞാനത്തിന്റെ ഒരു ശക്തി മൂർത്തിയാണ് സുബ്രഹ്മണ്യസ്വാമി, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഫലപ്രാപ്തി ഉണ്ടാകുന്നുണ്ട്. അതുപോലെ വിവാഹ തടസ്സത്തിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവാഹ തടസ്സം അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങള് ഇതൊക്കെ അനുഭവിക്കുന്നവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ നമ്മൾ കൂടുതലും വർദ്ധിക്കുന്ന ഈ പുത്രലബ്ധിക്കും സന്താനലബ്ധിക്കും സുഖമായ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടിയും അതുപോലെ പുത്രലബ്ധിക്കും കുട്ടികളുടെ ഐശ്വര്യത്തിന് വേണ്ടിയാണെന്ന് അറിയാം. ധാരാളം പേര് ഇവിടെ ഈ പ്രാർത്ഥനയായിട്ട് ഈ അമ്പലനടയിൽ വരാറുണ്ട്, പല വഴിപാടുകളും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ഞങ്ങൾ ഇതിലിടയ്ക്കൊരു കൂട്ട വിദ്യാരാജഗോപാല മന്ത്രം നടത്തുകയുണ്ടായി. നല്ലൊരു സക്സസ് ആയിരുന്നു അത്. ഒത്തിരി ഒരു 10-60 കുട്ടികൾ അതിൽ പങ്കെടുക്കുകയുണ്ടായി, ഫാമിലി പങ്കെടുക്കുകയുണ്ടായി കുട്ടികളുടെ. അതുപോലെ തന്നെ വേറെ കുട്ടികളുടെ നമ്മളിത്തെ ചേർവിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പല കലാപരിപാടികളും ഞങ്ങളിവിടെ ആയോജിക്കാറുണ്ട്. കുട്ടികളുടെ ഡാൻസ്, പാട്ടുകൾ എങ്ങനെ ഇതിലും ചെയ്യിക്കാറുണ്ട്. അങ്ങനെ ഇതൊരു നല്ലൊരു ഇതാണ്. ഇങ്ങനെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്.